ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഭഗവതിയായ പരിശുദ്ധ മാതാവിൻ്റെ ശുനോയ നോമ്പിന്റെ വാങ്ങിപ്പു പെരുന്നാൾ അനുഗ്രഹപ്രദമായ സന്ധ്യയുടെ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഭയപ്പെടാം. പിന്നെ പിതാവ് ഓർപ്പിച്ച പോലെ തന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വീണ്ടും ഈ പെരുന്നാളിന് ഒന്നിച്ചായിരിക്കുവാൻ പിന്നെ പിതാവിനോടുകൂടെ ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പിന്നെ പിതാവിനെ ഇന്നത്തെയും നാളത്തെ ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഭഗവതിയായ പരിശുദ്ധ മാതാവിൻ്റെ ആ ശുനോയോ, അതായത് വാങ്ങിപ്പ് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ഇന്ന് ഈ ദിനങ്ങളിൽ മലങ്കര സഭയിൽ അല്ലെങ്കിൽ സുറിയാനി സഭയിൽ ദൈവമാതാവിന്റെ വാങ്ങിപ്പിൻ്റെതായ അനുഗ്രഹത്തിന്റെ പെരുന്നാൾ ഏറ്റവും ഭംഗിയോടുകൂടി നടത്തപ്പെടുന്ന ദിനങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ കർത്താവിന്റെ അരുളപ്പാട് ഗബ്രിയേൽ മാലാഖ മുഖാന്തരം ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്നതായ ആ നിമിഷം, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനമെന്ന് ഒറ്റവാക്കിൽ ദൈവസന്നിധിയിൽ നിന്നുള്ള അരുളപ്പാട് ലഭിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഭൂമിയിൽ അനുഗ്രഹപ്രദമായി ജീവിച്ച ഭാഗ്യവതിയായ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് തെരഞ്ഞെടുക്കുന്നതായ ഒരു വലിയ നിമിഷമാണ്. ആ തെരഞ്ഞെടുപ്പിലൂടെ അവസാനം ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചു വരാൻ പറയുന്നുണ്ട്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന്. നമുക്കും ആ ഭാഗ്യവതിയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വിനയപ്പെട്ടുകൊണ്ട് ഈ പെരുന്നാൾ ആഘോഷിക്കാം. നോമ്പോടുകൂടി ഈ പെരുന്നാൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ പിതാവിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം 5 മിനിറ്റ് വചന ശുശ്രൂഷയ്ക്കായിട്ട് എത്രയും ബഹുമാനപ്പെട്ട വൈജോച്ചനെ സ്വാഗതം ചെയ്യുന്നു. വൈജോച്ചനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അച്ഛനെ ഇന്ന് കണ്ട പരിചയമുള്ളതായിരിക്കും. അച്ഛൻ എൻ്റെ ജൂനിയറായിട്ട് സെമിനാറിൽ പഠിച്ച് വൈദിക സെഷനാണ്. അച്ഛൻ ബോംബെ ഭദ്രാസനത്തില് സുദീർഘമായ ശുശ്രൂഷകൾ നടത്തി. ഇപ്പോൾ പിതാവിന്റെ കൽപ്പന പ്രകാരം അമേരിക്കൻ ഭദ്രാസനത്തില് ഒക്കലഹോമ സെന്റ് ജോർജ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൽ വികാരിയായ ശുശ്രൂഷ നടത്തും. അച്ഛൻ തുമ്പവൺ ഭദ്രാസനത്തിന്റെ വൈദിക സെഷനായിട്ട് പട്ടമേറ്റ ഒരു വൈദികനാകുന്നു. അച്ഛൻ ഏറ്റവും ഞങ്ങള് സെമിനാരി കാലഘട്ടത്തിലുള്ള ആ മുതലുള്ള അടുപ്പം, എന്നാൽ ഇവിടെ വന്നപ്പോഴും വിളിക്കുകയും പറയുകയൊക്കെ സന്തോഷം പങ്കിടുകയും ചെയ്തു. അച്ഛനെ ക്ഷണിച്ചപ്പോൾ അച്ഛൻ ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നു. ഇന്നും നാളെയുമായിട്ടുള്ള ശുശ്രൂഷ സംബന്ധിക്കുവാൻ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇന്നത്തെ അല്പനേരത്തെ വചന ശുശ്രൂഷിക്കാൻ ക്ഷണിച്ചുള്ളത് ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. അഭിനന്ദ തിരുമനസ്സുകൊണ്ട് ബഹുമാനപ്പെട്ട റോബിനച്ചൻ, ഏറ്റവും ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, അവിചാരിതമായിട്ട് ലഭിച്ച ഈ അവസരത്തിന് നന്ദി പറയുന്നു. റോബിനച്ചൻ പറഞ്ഞ അച്ഛൻ്റെ ജൂനിയറാണ് ഞാനെങ്കിലും പ്രായത്തിലേക്കൊന്നും ഞാനാണ് സീനിയർ. സെമിനാരികളൊക്കെ പെട്ടെന്ന് പ്രസംഗിക്കാൻ പറയും. ഇതിനച്ഛൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു 10 മിനിറ്റോളം സംസാരിക്കണമെന്ന്. വളരെ പെട്ടെന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പരിശുദ്ധയായ ദൈവമാതാവിന്റെ ഓർമ്മ പെരുന്നാൾ, വാങ്ങു പെരുന്നാൾ ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മളൊക്കെ ആഘോഷിക്കുമ്പോൾ ആ പരിശുദ്ധയായ മാതാവിനോട് ചേർന്ന് ഇരിക്കുവാൻ വേണ്ടി, അവരുടെ മധ്യസ്ഥ ലഭ്യപ്പെടുവാൻ വേണ്ടി നമുക്ക് ലഭിച്ചതായ ഭാഗ്യം വളരെ വലുതാണ്. പരിശുദ്ധയായ ദൈവമാതാവിന്റെ ജീവിതത്തെ പറ്റിയും ആ മാതാവിന്റെ പെരുന്നാളുകളെ പറ്റിയും ഒക്കെ നമുക്ക് ആഴത്തിൽ അറിയാം. എന്നാൽ ഇന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഴയ നിയമത്തിലെ ആദ്യ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം, ജെനസിസ് ചാപ്റ്റർ 32, അതിൽ നിന്ന് ആ ഒരു ഭാഗം മാത്രം സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം.
ആദ്യ പുസ്തകം അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ ജനസിസ് ചാപ്റ്റർ 32 അതിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നത്, ആ ഭാഗം വളരെ മനോഹരമായ ഒരു അധ്യായമാണ്. ഈ യാക്കോബിനെ ദൈവത്തിന്റെ മാലാഖമാർ എതിരേറ്റുകൊണ്ട് വരുന്നതായ ഒരു സന്ദർഭമാണ് കാണുന്നത്. ഈ യാക്കോബിനോട് പകലന്തിയോളം ഒരുവൻ മത്സരിക്കുന്നതായിട്ട് കാണുന്നു. ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ ആദ്യ പുസ്തകം 32-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഒരു പുരുഷൻ അവനുമായി പ്രഭാതം വരെ മൽപ്പിടുത്തം നടത്തി, എന്നാൽ യാക്കോബിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ ഇടുപ്പിൽ തൊട്ടു. അവനോട് മല്ല് പിടിക്കുന്നതിന് യാക്കോബിന്റെ ഇടുപ്പ് ഉളുക്കിപ്പോയി. പ്രിയമുള്ളവരെ, ഒരു പകലന്തിയോളം പ്രഭാതം വരെയും ഒരു പുരുഷനുമായിട്ട് യാക്കോബ് മത്സരിക്കുകയാണ്. എന്നാൽ പ്രഭാതമായപ്പോൾ ഈ പരസ്പരം മത്സരിക്കുന്നതല്ലാതെ വിജയപരാജയങ്ങളൊന്നും അവിടെ കാണുന്നില്ല. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ രാവിലെ ആയപ്പോൾ ഈ യാക്കോബിന്റെ ഇടുപ്പില് ഈ മല്ലനൊന്ന് സ്പർശിക്കുന്നു. അപ്പോൾ അവന് ചെറിയ ഒരു വേദന ഉണ്ടാകുന്നു. അവന്റെ ഇടുപ്പ് തായി അവരെ ഇളകിപ്പോയി, അല്ലെങ്കിൽ അവിടെ ചെറിയ ഉളുക്ക് വീണു എന്ന് പറയുന്നു. പിന്നീട് യാക്കോബ് മുളഞ്ഞു നടന്നതായിട്ടാണ് 32-ാം അധ്യായം സൂചിപ്പിക്കുന്നത്. ഈ ഭാഗം പരിശോധിച്ച് നോക്കുമ്പോൾ പ്രഭാതം വരെ ഇവനുമായിട്ട് മത്സരം നടത്തുകയാണ്, മൽപ്പിടുന്നത്. യാക്കോബ് ഒരാളുമായിട്ട് മല്ലിടുകയാണ്. അവന് ചെറിയ ഒരു വേദന ഉണ്ടായപ്പോൾ അവന്റെ ഇടുപ്പിൽ സ്പർശിച്ചപ്പോൾ അവന് മനസ്സിലായി ഇത് നിൽക്കുന്ന ആള് ആരാണെന്ന് അവൻ പെട്ടെന്ന് തിരിച്ചറിയുകയാണ്. അവൻ പറയുന്നുണ്ട്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന്. അപ്പോൾ നിന്റെ പേരെന്താണ്? നിന്റെ പേര് യാക്കോബ് എന്നാണ്. എന്നാൽ ഇനി നീ യാക്കോബ് എന്നല്ല, പിന്നെയോ ഇസ്രായേൽ എന്ന് അറിയപ്പെടുമെന്ന് പറയും. ദൈവത്തിന്റെ മാലാഖയുമായിട്ടാണ് ഈ പ്രഭാതം വരെ ഇവൻ മത്സരം നടത്തിക്കൊണ്ടിരുന്നത് യാക്കോബ്. പ്രിയമുള്ള ഈ ഭാഗത്തുകൊണ്ട് ദൈവത്തിൻ്റെതായ ഇടപെടലുകളെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഗോഡ്സ് ഇന്റർവെൻഷൻ, ദൈവത്തിന്റെ ഇടപെടലുകൾ. നോമ്പിന്റേതായ സാഹചര്യത്തിൽ നാം ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടേതായ ജീവിതത്തിൽ അനേക ഇടപെടലുകൾ എന്റെയും നിന്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയും നാം കാണുന്നത് ദൈവത്തിന്റെ ഇടപെടലുകളെയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെതായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. റെക്കഗ്നൈസ് ഡിവൈൻ ഇന്റർവെൻഷൻ, ദൈവത്തിൻ്റെതായ ഇടപെടലുകളെ തിരിച്ചറിയുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ ഈ ഭാഗം പരിശോധിക്കുമ്പോൾ ഒന്നാമതായിട്ട് ദ റെസ്റ്റ്ലിംഗ് മൊമെന്റ്, അവനുമായിട്ടുള്ള മത്സരം. മറുവശിക്കുന്നത് ആരാണ്? മറുവശിക്കുന്നത് ദൈവത്തിന്റെ മാലാഖയാണ്. പക്ഷേ ഇത് മനസ്സിലാക്കാനായിട്ട് പ്രഭാതമായപ്പോഴാണ് യാക്കോബിന് മനസ്സിലായത് എതിർ നിൽക്കുന്നയാൾ ദൈവത്തിന്റെ മാലാഖയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുമൊക്കെ ഇങ്ങനെയാണ്. സഭയിലായാലും പള്ളിയിലായാലും സമൂഹത്തിലായാലും കുടുംബത്തിലായാലും മറുവശം നിൽക്കുന്ന ആൾ ആരാണെന്ന് അറിയാതെ ആളറിയാ സമരങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു വശം തർക്കിക്കുമ്പോൾ, മത്സരിക്കുമ്പോൾ, വാദിക്കുമ്പോൾ മറുവശം ഒരു പക്ഷേ നമ്മുടെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, സഹോദരി സഹോദരന്മാരായിരിക്കാം. ദൈവത്തിന്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട സെയിം ലൈക്ക്നെസ് ആൻഡ് ഇമേജ് പുസ്തകം പറയുന്നത്, അതിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യനാണ് എതിർ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പോരാട്ടങ്ങൾ ഏർപ്പെടുമ്പോൾ, പലപ്പോഴും സമരങ്ങളിൽ ഏർപ്പെടുമ്പോൾ മറുവശം നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അല്പം പുറകോട്ട് മാറിയെങ്കിൽ മാത്രമേ മുന്നോട്ട് ആയാനായിട്ട് സാധിക്കത്തുള്ളൂ. കുടുംബങ്ങളിലായാലും ആളറിയാ സമരങ്ങളിൽ ഏർപ്പെടാതിരിക്കാനായിട്ട് നാം ശ്രദ്ധിക്കണം. ദ റെസ്റ്റ്ലിംഗ് മൊമെന്റ്. രണ്ടാമതായിട്ട് ദ പെയിൻഫുൾ ടച്ച്. ഇവിടെ ദൈവത്തിന്റെ മാലാഖ യാക്കോബിനെ സ്പർശിച്ചപ്പോൾ, തൊട്ടപ്പോൾ അവന് വേദനയുണ്ടായി. അല്പം വേദന ഉണ്ടായപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് മറുവശം നിൽക്കുന്നയാള് ദൈവത്തിന്റെ മാലാഖയാണ്. നമ്മുടെ ജീവിതത്തിലും ചില സമയങ്ങളിൽ വേദനകൾ ഉണ്ടാകാം, ചില സമയങ്ങളിൽ സന്തോഷങ്ങൾ ഉണ്ടാകാം. പക്ഷെ വേദനകളും സന്തോഷങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ ഭാഗത്ത് വരുന്ന സന്ദേശം. പെട്ടെന്ന് സമയങ്ങളിൽ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മൂന്നാമതായിട്ട് ദ ന്യൂ ഐഡന്റിറ്റി, പുതിയ ഒരു ഐഡന്റിറ്റി യാക്കോബിന് കൊടുക്കുകയാണ്. യാക്കോബിന് ഇന്നു മുതൽ നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും. യാക്കോബിനെ ഇസ്രായേലാക്കിയിട്ട് മാറ്റുന്ന ഒരു പരിവർത്തനത്തിന് വിധേയമാകുന്ന ഒരു ഭാഗമാണ്. മൂന്ന് കാര്യങ്ങളാണ് പെട്ടെന്ന് സൂചിപ്പിച്ചത്. ഒന്ന്, ദ റെസ്റ്റ്ലിംഗ് മൊമെന്റ്, മത്സരം ഉണ്ടാകുന്ന, തർക്കം ഉണ്ടാകുന്നതായ സന്ദർഭം. എന്റെയും ജീവിതത്തിൽ ആളറിയാ സമരങ്ങളിൽ ഞാൻ നീ ഏർപ്പെടരുത്. മറുവശിക്കുന്നയാൾ നിന്റെ സഹോദരനാണ്, നിന്റെ സഹോദരിയാണ്, നിന്റെ അമ്മയാണ്, അപ്പനാണ്, മക്കളാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. രണ്ട്, പെയിൻഫുൾ ടച്ച്,
വേദനാപൂർവമായ അനുഭവങ്ങൾ എന്റെയും നിന്റെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ലഭിച്ച അവസരം ദൈവം തന്ന ദാനമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ലഭിച്ചതായ ജീവിതം അത് ദൈവത്തിന്റെ പാതയിൽ ക്രിസ്തുവിൽ ലേഖനങ്ങളെല്ലാം പറയുന്ന വാക്കുണ്ട്, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലായിരിക്കുക. നീ എന്ത് ചെയ്താലും, നീ പ്രാർത്ഥിച്ചാല്, നീ പ്രസംഗിച്ചാല്, നീ ജീവിതത്തിൽ ആഹാരം പാചകം ചെയ്താല്, നീ സംസാരിച്ചാല്, നിന്റെ ജീവിതത്തിന്റെ ഓരോ വിഷയങ്ങളും ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലായിരിക്കാനായിട്ട് പറയുന്നു. മൂന്നാമതായിട്ട് ന്യൂ ഐഡന്റിറ്റി, നമ്മൾ ക്രിസ്ത്യാനിയാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ എല്ലാ ജീവിതത്തിലും, പള്ളിക്കുള്ളിൽ വരുമ്പോൾ ആത്മീയനും പുറത്തു വരുമ്പോൾ മറ്റൊരു വ്യക്തിയുമായി മാറാതെ നാം ആയിരിക്കുന്നത് ഏത് മേഖലകളിലാണ്. നീ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അങ്ങനെ, പള്ളിയിലാണെങ്കിൽ അങ്ങനെ, കമ്മിറ്റിയിലാണെങ്കിൽ അങ്ങനെ, എവിടെയായിരുന്നാലും കുടുംബത്തിലാണെങ്കിൽ അവിടെ എവിടെയും ആ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന പുതിയ ഐഡന്റിറ്റി അതിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ. പരിശുദ്ധയായ കന്യകമറിയാമിന്റെ ജീവിതത്തിൽ കൂടി പരിശോധിക്കുമ്പോൾ ഇത്തരം വിഷമഘട്ടങ്ങളിലൂടെ ഒക്കെയും അവൾ കടന്നു പോയിട്ടുണ്ട്. അവളുടെ ജീവിതത്തിൽ അനേകമായ പ്രതിസന്ധികളിലൂടെ ആദ്യം മുതൽ അവസാനം വരെയും കടന്നുപോയെങ്കിലും ദൈവത്തിന്റെ അപ്രതീക്ഷിതമായ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഗോഡ്സ് ഇന്റർവെൻഷൻ, ഡിവൈൻ ഇന്റർവെൻഷൻ. ആ ദൈവത്തിന്റെ ഇടപെടലുകളെ തിരിച്ചറിയുവാനായിട്ട് അവൾക്ക് സാധിച്ചിട്ടുള്ളതാണ് പ്രത്യേകത. അവൾ മാലാഖ അവളോട് സംസാരിച്ചപ്പോൾ, ഞാൻ കർത്താവിന്റെ ദാസന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി മറുപടി കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. കനാവിൽ നീയില്ലാതെ പോയപ്പോൾ കൃത്യമായിട്ട് ഇടപെടുവാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ആദിയോട് അന്തം, ക്രൂശിന്റെ ചുവട്ടിലും മരണസമയത്തും എല്ലാ സമയത്തും കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട്, എന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ദൈവികമായ ഇടപെടലുകളാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിച്ചു. യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മാലാഖ ഇടപെടലുണ്ടായപ്പോൾ അവനൊരു പുതിയ മനുഷ്യനായിട്ട് മാറ്റപ്പെടുകയാണ്. മാതാവിന്റെ ജീവിതത്തിലും വേദനകളുടെ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ആ പരിവർത്തനത്തിന് വിധേയമാക്കുവാൻ ഡിവൈൻ ഇന്റർവെൻഷനാണെന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു എന്ന് നാം മനസ്സിലാക്കണം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, സമയപരിമിതി മൂലം അവസാനിപ്പിക്കട്ടെ. എന്റെയും നിന്റെയും ജീവിതത്തില് തന്ന ദാനങ്ങൾക്ക് നന്ദി പറയാനായിട്ട്, നമുക്ക് ലഭിച്ചതായ അവസരങ്ങൾക്ക് നന്ദി പറയുവാനായിട്ട്, ചെയ്യുന്ന കാര്യങ്ങൾ ക്രിസ്തുവിലായിരിക്കുവാനായിട്ട്, recognize the divine intervention in our life. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ദൈവികമായ ഇടപെടലുകളെ തിരിച്ചറിയുവാനായിട്ട് പരിശുദ്ധിയായ ദൈവമാതാവിനെ പോലെ ആ തിരിച്ചറിവുമായി ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അവസരം തന്നതായ പിതാവിനോട് അച്ഛനോട് വലിയോട് നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവ തിരുനാമം മാത്രം നോക്കപ്പെടട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ പ്രദക്ഷിണം ഇറങ്ങുകയാണ്. വടക്കേവാതിൽ വഴി പ്രദക്ഷിണം ഇറങ്ങി നമ്മൾ പള്ളിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം നടത്തി, ധൂപ്രാർത്ഥന നടത്തി തെക്കേവാതിൽ വഴി അകത്ത് കയറുന്നതായിരിക്കും. നമ്മുടെ ദേവാലയത്തിലുള്ളതായ ചെറിയ കുറച്ച് ഐറ്റങ്ങൾ ഉള്ളെങ്കിലും ഐറ്റങ്ങൾ എല്ലാവരും കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. എങ്കിലും അതൊക്കെ എല്ലാവരും എടുക്കണം. ഏറ്റവും ഫ്രണ്ടിലായിട്ട് വരക്കുരിശ്, അതിനുശേഷം കൊടി, അതിനുശേഷം നമുക്ക് മുത്തുക്കുടയുണ്ട്, മുത്തുക്കുട, അതിനുശേഷം മെഴുകുതിരി പിടിക്കാൻ പറ്റുന്നവരൊക്കെ മെഴുകുതിരി പിടിക്കണം. ഏറ്റവും അവസാനം വൈദികര് ഏറ്റവും പിറകിലായിട്ട് മെക്കെട്ടി ക്രമീകരിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിട്ട് അപ്രദക്ഷിണം അകത്ത് വന്ന് ധൂപ്രാർത്ഥന നടത്തി പിന്നെ പിതാവ് ആശീർവദിച്ച് അതിനുശേഷം സൺഡേ സ്കൂൾ മക്കളുടെ ചെറിയ കലാപരിപാടി നടത്തി അത് പൂർത്തീകരിച്ചിട്ട് ഏറ്റവും അവസാനം പിന്നെ പിതാവിന്റെ തക്കരം മുത്തി ഇന്നത്തെ ഈ ദിവസത്തിലെ പ്രോഗ്രാം അവസാനിക്കുന്ന കാര്യം ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിട്ട് എല്ലാവർക്കും എഴുന്നേക്കാം. എഴുന്നേറ്റ് വെളിയിലോട്ട് പോകാം.